ഗായ്സ്, അപ്പം ഞങ്ങൾ ഇവരുടെ രണ്ടുപേരെയും സ്കൂളിൽ വിടാൻ പോവാണ്. സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ട് വേണം കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാൻ. അപ്പോൾ പൊപ്പ ഹാപ്പി ആയിട്ട് ഇറങ്ങുന്നുണ്ട്. ചിന്നയ്ക്ക് ആസ് യൂഷ്വൽ ഒരു വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. പൊപ്പയ്ക്ക് ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മുഖത്ത് വിഷമം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ചാവക്കാട് ഹോസ്പിറ്റൽ റോഡിലുള്ള കേക്ക് ബോക്സിൻ്റെ കേക്കിനോട് പ്രത്യേക ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം അവിടെ നിന്ന് ഓർഡർ ചെയ്തു. അപ്പോൾ സ്കൂളിലേക്കുള്ള കേക്ക് അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വരാണ്. ഗായ്സ്, അപ്പോൾ അവരെ കൊണ്ടുവിട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡും കൂടി പോയി കേക്കൊക്കെ വാങ്ങിച്ച് അവിടെ സ്കൂളിൽ കൊടുത്തിട്ട് വരാണ്. അപ്പോൾ ചിണ്ടിക്ക് യൂണിഫോം ഇടാൻ ഭയങ്കര മടിയായിരുന്നു. അങ്ങനെ കളർ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് പറഞ്ഞു വിട്ടത്. പിന്നെ പപ്പയുടെ കൂടെ കേക്ക് കട്ടിങ്ങിനൊക്കെ വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടിയിട്ടാണ് കേക്ക് കട്ട് ചെയ്യുക ഓൾറെഡി. അപ്പം പിന്നെ പ്രോബ്ലം ഇല്ല. പിന്നെ യൂണിഫോം വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചേഞ്ച് ചെയ്യിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അല്ലെങ്കിൽ ആൾ ഭയങ്കര വാശി, ഓൾറെഡി കരച്ചിലാണ്. പിന്നെ കരയിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് വിട്ടതാണ്. അങ്ങനെ പപ്പ ഒരു കുഴപ്പമില്ല, കയറിപ്പോയി കേട്ടോ. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ദാ പൊപ്പയും ഫ്രണ്ട്സും ചിന്തയും ടീച്ചേഴ്സൊക്കെ കൂടിയിട്ട് പൊപ്പയുടെ ബർത്ത്ഡേ സ്കൂളിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫോട്ടോസും വീഡിയോസൊക്കെയാണ്. ഇത് സ്കൂളിൽ നിന്ന് സെൻഡ് ചെയ്തതാണ് കേട്ടോ. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി എനിക്ക്. അങ്ങനെ അവരവിടെ ഹാപ്പി ആയിട്ട് ആഘോഷിച്ചു. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് സ്കൂള് യൂഷ്വലി വിടും. അപ്പം സദ്യ പുറത്തുനിന്ന് ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ തെക്കേ നടയിലുള്ള പഴയടൻ രുചിയിലോട്ട് പോയി അവിടെ ഇരുന്ന് സദ്യ കഴിക്കുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ പൊപ്പ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ കറിയൊക്കെ വരുന്നത്, വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ആൾക്കാണെങ്കിൽ ഇങ്ങനെയല്ല സദ്യ കറികളൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ വീട്ടിൽ നമ്മൾ കുറച്ച് സാമ്പാർ വെച്ച് കൊടുത്തോട്ടെ ആൾ കഴിക്കില്ല. പക്ഷെ ഇതുപോലെ കല്യാണത്തിനോ അതുപോലെ ഹോട്ടലിലോ ഒക്കെ പോയി കഴിക്കാനാണെങ്കിൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇരുന്നിട്ട് ഇതാ സാമ്പാർ വന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിന്നയും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ചിന്തയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിന്ന എൻ്റെ ഇലയിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ഹോൾ ഇല മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് കഴിക്കില്ലല്ലോ. അപ്പോൾ പിന്നെ ബർത്ത്ഡേ ബേബി ആയതുകൊണ്ട് വാങ്ങിച്ചു വെച്ചെന്നുള്ളൂ. എന്നാലും ആൾ അത് ഫുള്ളൊന്നും കഴിച്ചില്ല. നല്ല പഴമൊക്കെ ഇട്ട് കാച്ചിയ മോരുണ്ടായിരുന്നു. ആ മോര് അവർക്ക് രണ്ടുപേർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പാലടയും കുടിച്ച് ഞങ്ങൾ പോന്നു. ഗുരുവായൂർ അമ്പലനടയിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. പൊപ്പയും ചിന്തയും ഡാഡിയുടെ കൈ പിടിച്ചുകൊണ്ട് നടക്കുകയാണ്. അവിടെ അത്യാവശ്യം തിരക്കുണ്ട്. തൊഴാനുള്ള ക്യൂവും പിന്നെ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രോഗ്രാമും ഒക്കെ നടക്കുന്നുണ്ട്. പപ്പയ്ക്കും ചിന്തയ്ക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അമ്പലനടയിലൂടെ ഇങ്ങനെ നടക്കാനായിട്ട്. അപ്പോൾ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണ്. പിന്നെ നമ്മൾക്കും നല്ല പീസ്ഫുൾ ആയിട്ടുള്ള മൈൻഡ് കിട്ടുമല്ലോ ഗുരുവായൂർ അമ്പലനടയിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ. അങ്ങനെ നടയിൽ നിന്ന് കണ്ണനെ കണ്ട് പ്രാർത്ഥിച്ചു. ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. പപ്പയുടെ ബർത്ത്ഡേ ദിവസം തന്നെ ഗുരുവായൂർ അമ്പലനടയിൽ പോയി ദൂരെ നിന്നിട്ടാണെങ്കിലും കണ്ണനെ കണ്ട് തൊഴാൻ സാധിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം. പപ്പയും ചിന്തയും അവിടെ കുറച്ച് നേരം ഇരുന്നു. പിന്നെ പോന്നു. ഞങ്ങൾ എത്തി, ഫ്രഷായി, റെസ്റ്റൊക്കെ ചെയ്ത് പിന്നെ ചാവക്കാട് പോവാണ്. കേക്ക് കഴിക്കാൻ പോലെ ഞങ്ങൾക്ക് കേക്ക് മേടിക്കണം. കുറച്ച് ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ പോയി ഇനി കേക്ക് വാങ്ങിക്കണം. പപ്പയ്ക്ക് എന്തെങ്കിലും ഗിഫ്റ്റോ ഡ്രസ്സോ ഒക്കെ വാങ്ങിച്ചു കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചു. ഒന്ന് എൻജോയ് ചെയ്ത് പതുക്കനെ പോകാമെന്നുള്ള പ്ലാനിലാണ്. പിന്നെ തിരിച്ചു വരുമ്പോൾ കേക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും ഓട്ടോ വിളിക്കണം. അങ്ങനെ ബസ്സൊക്കെ കിട്ടി, അവിടെ എത്തി. ഞങ്ങൾ ചാവക്കാട് ആ കിഡിൽ കയറിയിട്ട് പപ്പയ്ക്കുള്ള ഡ്രസ്സ് എടുക്കുകയാണ്. ചിന്തയ്ക്ക് പിന്നെ എടുക്കാം എന്ന് പറഞ്ഞു. ഓൾറെഡി ചിന്തയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കിങ്ങിനീനെ മതി എന്ന് പറഞ്ഞു, ടോയ് മതി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ മെഹന്തിയിലോട്ട് പോയി. അവിടുന്ന് ഷോളും പിന്നെ കുറച്ച് ഓർണമെൻറ്റ്സൊക്കെ വാങ്ങിച്ചപ്പോൾ ചിന്തയ്ക്ക് വള അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ചിന്തയ്ക്കും പപ്പയ്ക്കും ടോയ്സൊക്കെ വാങ്ങിച്ചു. പിന്നെ ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. പൊപ്പയുടെയും ചിന്തയുടെയും ഫേവറേറ്റ് ആണല്ലോ ദോശ. അങ്ങനെ മസാല ദോശ ഓർഡർ ചെയ്തു എല്ലാവർക്കും. എന്തായാലും പൊപ്പയുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളായിക്കോട്ടെ ബർത്ത്ഡേ ആയിട്ട് എന്ന് വിചാരിച്ചു. അങ്ങനെ കോഫിയും ഒക്കെ ഓർഡർ ചെയ്ത് കുടിച്ചു. നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ച് തിരിച്ച് വീട്ടിലെത്തി. ഒരു ചെറിയ കേക്ക് വാങ്ങിച്ചോളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കട്ട് ചെയ്തു. പിന്നെ നൈബേഴ്സിനൊക്കെ കൊടുത്തു. അങ്ങനെയുള്ള ചെറിയൊരു സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. ഓൾറെഡി അവർ കേക്ക് അവിടെ നിന്ന് കട്ട് ചെയ്താണ്. എന്നാലും നമ്മൾ വീട്ടിലൊരു കേക്ക് വാങ്ങിക്കണമല്ലോ എന്നുള്ള രീതിയിൽ കട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇവർക്ക് കേക്ക് കട്ടിങ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സന്തോഷം. അപ്പോൾ മക്കളുടെ സന്തോഷമല്ലോ വലുതെന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ്. അങ്ങനെ അവർ കേക്ക് കട്ട് ചെയ്യാണ്. ഇതും കേക്ക് ബോക്സിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഹാപ്പി ബർത്ത്ഡേ പപ്പ.
ചിന്തയ്ക്ക് പപ്പയ്ക്ക് ഞാൻ കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്ന കണ്ടപ്പോഴേക്കിനും വിഷമം വന്നു. അങ്ങനെ വാശി പിടിച്ച് കരയുന്നതാണ് ഈ കാണുന്നത്. ചെറിയ കാര്യങ്ങളാണെങ്കിലും മക്കൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷം തോന്നും അല്ലേ. അങ്ങനെ അവരെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ബർത്ത്ഡേ ദിവസം ചെയ്യാൻ നോക്കുക. ഞാൻ അങ്ങനെയാണ് കൂടുതലും ചെയ്യാറ്. ഒട്ടുമിക്ക പാരൻസ് അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മളെക്കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക, അവരെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ കൺക്ലൂഷനും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. മറ്റൊരു വ്ളോഗുമായിട്ട് കാണുന്നത് വരെ ബൈ. താങ്ക് യു.